വാർത്തകൾ വിശദമായി. കോന്നി താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ കൂട്ടവധിയെടുത്ത സംഭവത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകി. ലാൻഡ് റവന്യൂ കമ്മീഷണർക്കാണ് റിപ്പോർട്ട് നൽകിയത്. ഉല്ലാസയാത്ര പോയ ജീവനക്കാർ ഔദ്യോഗികമായി അവധിയെടുത്തവരാണെന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ട്. ബിനോയ് വിവരങ്ങളുമായി ചേരുന്നു. ബിനോയ്, ഈ കളക്ടർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഈ അവധിയെടുത്ത ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് പറയാം. കോന്നി താലൂക്ക് ഓഫീസിൽ നിന്നും അവധിയെടുത്ത ഉദ്യോഗസ്ഥരാണ് ഉല്ലാസയാത്രയ്ക്ക് പോയതെന്നാണ് റിപ്പോർട്ടിലെ ആദ്യ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം വ്യക്തമായി പറയുന്നുണ്ട്, ആ ദിവസം അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കെത്തിയ നാട്ടുകാർക്ക് അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതേസമയം അവധി നൽകാതെ പോയവരുടെ എണ്ണവും അത് എത്രയാണെന്ന് വ്യക്തമായി നമുക്ക് കിട്ടിയിട്ടില്ല. എണ്ണമുണ്ട്. അവർക്കെതിരെ നടപടി വേണമെന്ന ശുപാർശയും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ റിപ്പോർട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിന്മേലുള്ള നടപടി എടുക്കേണ്ടത് ഇനി ലാൻഡ് റവന്യൂ കമ്മീഷണറാണ്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം KU ജനീഷ് കുമാർ MLA ആണ് പരാതിയുമായി ആദ്യം തന്നെ രംഗത്തെത്തിയിരുന്നത്. തൊട്ടു പിന്നാലെ ജനീഷ് കുമാറിന് CPM ജില്ലാ നേതൃത്വത്തിന്റെ പിന്തുണയും ലഭിച്ചു. അതേസമയം അവധിയെടുത്ത് ഉല്ലാസയാത്രയ്ക്ക് പോയ ജീവനക്കാർക്ക് പിന്തുണയുമായാണ് CPIയും ജോയിന്റ് കൗൺസിലും രംഗത്തെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു രാഷ്ട്രീയ വിഭാഗത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട്, അതായത് അവധിയെടുത്ത് പോയവർക്കെതിരെ നടപടി വേണ്ട, എന്നാൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് സൂചിപ്പിക്കുകയും അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, അവധിയെടുക്കാതെ പോയവർക്കെതിരെ നടപടി വേണമെന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളുണ്ടാകുന്ന നടപടി എന്തായിരിക്കും എന്നുള്ളതും നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ലാൻഡ് റവന്യൂ കമ്മീഷണറും അതുപോലെ റവന്യൂ മന്ത്രിയുമാണ്. ബിനോയ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഏതു വഴിക്ക് നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് വാട്സപ്പ് ചാറ്റുകളിൽ ഉണ്ടായിരുന്ന ചില ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ, അതിന്റെ സ്ഥിതി എന്താണ്? തീർച്ചയായും, അതായത് ഇത്തരത്തിൽ KU ജനീഷ് കുമാർ MLA പരാതിയുമായി രംഗത്തെത്തുകയും നിരന്തരം ജീവനക്കാർക്കെതിരെ, അതായത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഉള്ള ജീവനക്കാർക്കെതിരെ നിരന്തരം വിമർശനങ്ങളുമായി KU ജനീഷ് കുമാർ MLA രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് അവിടുത്തെ തന്നെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഡെപ്യൂട്ടി തഹസീൽദാർ ഒരു വാട്സപ്പ് ചാറ്റിലൂടെ പറഞ്ഞത്, MLAക്ക് യാതൊരു കാരണവശാലും റവന്യൂ ഓഫീസിൽ കയറുവാനോ അതുപോലെ തന്നെ ഹാജർ രേഖകൾ പരിശോധിക്കുവാനോ ഉള്ള അവകാശമില്ല. ഇത്തരത്തിൽ ആരും അവകാശം നൽകിയിട്ടുമില്ല. അതുപോലെ തന്നെ MLA നടത്തിയത് നാടകമാണ് എന്ന തരത്തിലുള്ള ഒരു വാട്സപ്പ് ചാറ്റും ഒരു ഫേസ്ബുക്ക് പോസ്റ്റും എത്തിയിരുന്നു. ഇതിൽ അംഗങ്ങളെല്ലാം തന്നെ ജീവനക്കാരായിരുന്നു. അതായത് ഈ ഫേസ്ബുക്കിൽ ഇത് പങ്കുവച്ചതും അതുപോലെ തന്നെ ഇത് നോക്കിക്കൊണ്ടവരും എല്ലാം തന്നെ ജീവനക്കാരായിരുന്നു. അത്തരത്തിൽ ഇത് തൊട്ടു പിന്നാലെ തന്നെ വീണ്ടും മറുപടിയുമായി ജനീഷ് കുമാർ MLA എത്തി. എന്തായാലും ഔദ്യോഗിക കൃത്യനിർവഹണ വീഴ്ച വരുത്തി, അതുപോലെ വിനോദയാത്ര പോയവർക്കെതിരെ നടപടി ഉണ്ടാകും. അതുപോലെ തന്നെ കോടതി മാഫിയയുടെ സഹായത്തോടു കൂടിയാണ് ഉല്ലാസയാത്ര പോയതെന്നും അവരുടെ വാഹനത്തിലാണ് ഉല്ലാസയാത്ര പോയതെന്നും ഒക്കെ വലിയ ആരോപണങ്ങൾ KU ജനീഷ് കുമാർ MLA ഉന്നയിച്ചിരുന്നു. ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പകുതി ഭാഗം, അതായത് ജോലിക്ക് എത്താതെ, അവധിയെടുത്ത് ജോലിക്ക് എത്താതെ ഉല്ലാസയാത്രയ്ക്ക് പോയ ജീവനക്കാരെ ന്യായീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവധിയോ അല്ലെങ്കിൽ അവധിയെടുക്കാതെ മുങ്ങി നടന്നവരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഈ റിപ്പോർട്ടും വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വഴിവെക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും റിപ്പോർട്ട് മേലുള്ള നടപടി വൈകാതെ തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് MLA. കാരണം അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിന് കാരണം ഇത്രയും അധികം കൂട്ടവധി എടുത്തത് അവിടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കെത്തിയ നാട്ടുകാർക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്ന് വ്യക്തമായി എടുത്തു പറയുന്ന സാഹചര്യത്തിൽ എന്തായാലും തന്നെ ഒന്നുകിൽ ഇവർ ചില ജീവനക്കാരോട് വിശദീകരണം ചോദിക്കാനോ അല്ലെങ്കിൽ തന്നെ തഹസീൽദാരോട് വിശദീകരണം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്ര അധികം പേർക്ക് ഇങ്ങനെ കൂട്ടവധി കൊടുക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചൊക്കെ ഒരുപക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ ചർച്ചയാവാനും സാധ്യതയുണ്ട്. ശരി ബിനോയ്.